ഇത് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാം. നല്ല പ്രൊഫൈലുള്ള ആളാണെങ്കിൽ 7,50,000 രൂപ ഫിക്സ്ഡ് പ്രൈസ് ആയിട്ട് 14 വണ്ടി 7.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അത് ഏകദേശം നല്ലൊരു പ്രൊഫൈലുള്ള ആൾക്ക് ഫുൾ ലോണും കിട്ടും. 7,000 ലോൺ കിട്ടിയ ചരിത്രം നമുക്കുണ്ട് ഓരോ ആളുകൾക്ക്. ഈ XUV നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? XUV വിത്ത് ഫുൾ ലോൺ ഓഫർ പ്രൈസ് എന്താ? ഇത് നമുക്ക് 8,50,000 രൂപ. കേരളത്തിൽ എവിടെയും കിട്ടൂല. 2015 മോഡൽ 17 രജിസ്ട്രേഷൻ വണ്ടി W10. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. സെയിം ബ്രാൻഡ്, എണ്ണത്തിൻ ബ്രാൻഡ്. പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ടൊയോട്ട ഇതാണ് നമ്മുടെ മെയിൻ ബ്രാൻഡ്. ഐഡന്റിറ്റി തന്നെ ടൊയോട്ടയാണ്. ശരിക്കും നമ്മുടെ അടുത്ത് ഇപ്പൊ ടൊയോട്ടയുടെ എത്ര വണ്ടി ഉണ്ടാവും? ഓൾറെഡി ഇപ്പൊ നമ്മൾ നിലവിൽ നമ്മളത്തെ 40 വണ്ടി നമ്മൾ ഡിസ്പ്ലേ നമുക്ക് കാണിക്കാം. ടൊയോട്ടയുടെ ഇനോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ ആയിട്ട് ഒരു 40 വണ്ടി നമ്മൾ റെഡി സ്റ്റോക്ക് കാണിക്കും. ഇനി ആവശ്യമുള്ളവർക്ക് എന്താ ചെയ്യാം, നമ്മുടെ അടുത്ത് ഇനോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ അത് പ്രത്യേകം നമ്മൾ ഓരോ വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല. 6 ലക്ഷം രൂപക്ക് നമുക്ക് ഇത് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കാം. 6 ലക്ഷം രൂപ ലോണും കൊടുക്കാം. 2016 ബൊലേറോ ആണ്, ZLX ആണ്. 6 ലക്ഷം രൂപക്ക് വണ്ടി നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കാം. 6 ലക്ഷം രൂപ ഒരു പ്രൊഫൈലുള്ള ലോണും കൊടുക്കാം. ശരിക്കും ഒരു ഇന്നോവ എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ റെഡ് ബെൽ യൂസ്ഡ് കാർസ് എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ മോങ്ങത്ത് സ്ഥിതി ചെയ്യുന്ന റെഡ് ബെൽ യൂസ്ഡ് കാർസ് ആണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഞാൻ എന്താ പറയുക, വളരെ ചുരുക്കം സ്ഥലങ്ങളിലെ ഇത്രയധികം ഇന്നോവകൾ ഒരുമിച്ച് സെയിൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും റെഡ് ബെൽ യൂസ്ഡ് കാർസിലാണ് നമ്മൾ എന്നുള്ളത്. ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഏകദേശം 10-40ഓളം ഇന്നോവകൾ മാത്രം ഇവിടെ ഉണ്ട്. അതായത് ടൊയോട്ടയുടെ ഇന്നോവ, ഫോർച്യൂണർ, ഇത് ടൊയോട്ട വണ്ടികൾ മാത്രം ഏകദേശം 10-40 എണ്ണം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വേറെ കുറച്ച് വണ്ടികളും കൂടി കാണിച്ചു തരാം കേട്ടോ. വളരെ ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂട്ടർ വാങ്ങുന്ന പൈസക്കൊക്കെ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും. എല്ലാ ഡീറ്റെയിലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ കേട്ടോ. നല്ലൊരു യൂസ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ റെഡ് ബെൽ യൂസ്ഡ് കാർസിൽ ഇന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കുറച്ചധികം ആസ് യൂഷ്വൽ ടൊയോട്ട തന്നെ അല്ലേ, നമ്മളെ സെയിം ബ്രാൻഡ്, എണ്ണത്തിൻ ബ്രാൻഡ്. പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ടൊയോട്ട ഇതാണ് നമ്മുടെ മെയിൻ ബ്രാൻഡ്. ഐഡന്റിറ്റി തന്നെ ടൊയോട്ടയാണ്. ശരിക്കും നമ്മുടെ അടുത്ത് ഇപ്പൊ ടൊയോട്ടയുടെ എത്ര വണ്ടി ഉണ്ടാവും? ഓൾറെഡി ഇപ്പൊ നമ്മൾ നിലവിൽ നമ്മളത്തെ 40 വണ്ടി നമ്മൾ ഡിസ്പ്ലേ നമുക്ക് കാണിക്കാം. ടൊയോട്ടയുടെ ഇനോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ ആയിട്ട് ഒരു 40 വണ്ടി നമ്മൾ റെഡി സ്റ്റോക്ക് കാണിക്കും. ഇനി ആവശ്യമുള്ളവർക്ക് എന്താ ചെയ്യാം, നമ്മുടെ അടുത്ത് ഇനോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ അത് പ്രത്യേകം നമ്മൾ ഓരോ വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല. ടൊയോട്ടയുടെ വണ്ടിയാണോ നിങ്ങൾ അജുവിന്റെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഏത് വണ്ടിക്കും ടൊയോട്ടയുടെ വണ്ടിക്ക് നമ്മളെ വിളിക്കാം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ വണ്ടിയും അതെ, കേരള തൊട്ട് കാശ്മീർ വരെ. പിന്നെ കുറച്ച് ടൊയോട്ട അല്ലാത്ത കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ അല്ലേ, മാക്സിമം വില കുറച്ചിട്ടുള്ള ഒരുപാട്. നമുക്ക് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓണിൽ ഒരുപാട് വണ്ടികൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടികളുണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ നൂർദീനിക്കാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികൾ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ഇന്നോവ. ആദ്യത്തെ വണ്ടി 2014 മോഡല് സിൽക്കി ഗോൾഡ്. ഇന്നോവയിൽ ഹൈലൈറ്റ് കളറുള്ള സിൽക്കി ഗോൾഡ് ഇന്നോവ. സിൽക്കി ഗോൾഡ് ആണല്ലേ. 2014 മോഡലാണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. എത്ര ഓടിയുണ്ട്? 1,70,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി എടുത്തു കൊടുക്കുക. മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ ഒന്നും ഇല്ല. ഗ്യാരണ്ടി കൊടുക്കുക. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, മേജർ കേസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ ഉണ്ട്. ആ കമ്പനി വന്ന സീറ്റാന്ന് തോന്നുന്നു. അതെ, കറക്റ്റ് സീറ്റ് കവർ ഇട്ടിട്ടില്ല. വണ്ടിന്റെ ഇന്റീരിയർ ഭാഗങ്ങൾ കണ്ടില്ല. പക്ക വണ്ടിയാണ്, നല്ല വൃത്തിയിൽ. എനിക്ക് തോന്നുന്നു 2014 വി ഓപ്ഷൻ. 14 അന്നത്തെ വി ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ പ്രൈസ്. ഓഫർ എന്താ? 9,25,000 രൂപ. ഇത് റീവണ്ടി അല്ല? റീവണ്ടിയാണ്. 2014 ആണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയും കൂടിയാണ്. 9.5 കുറച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് 2014 വി വണ്ടി കൊടുക്കാൻ പറ്റില്ല. വിത്ത് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് നിലവിൽ ഈ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട്. ഫിനാൻസോ കാര്യങ്ങളോ വരുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. മാക്സിമം IDV ഇൻഷുറൻസ് എടുത്തിട്ട് 9,25 നമുക്ക് ഫുൾ ലോൺ അല്ലെങ്കിലും ഏകദേശം നല്ലൊരു ഹൈ പ്രൊഫൈൽ ഉള്ള ആൾക്ക് 8.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. 75,000 രൂപയുടെ ഉള്ളിൽ കൊണ്ടുവന്നാൽ നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി. നമുക്ക് 75 രൂപ ഉണ്ടെങ്കിൽ ശരാശരി നല്ല പ്രൊഫൈൽ ഉള്ളാക്കി 75 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം. അടിപൊളി. അപ്പൊ എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇനി ഒരു ബൊലേറോ കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ. ഇത് മഹീന്ദ്രയുടെ ബൊലീറോ 2016 ZLX.
ZLX ഏറ്റവും ഫുൾ ഓപ്ഷൻ അന്നത്തെ നല്ല എന്നത്തെയും ZLX ആണല്ലോ ബൊലേറോയിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 4 അലോയ് വീലും പുത്തൻ ടയറും കിടക്കും. 4 അലോയ്സ് പുത്തൻ ടയർ ഫാൻസി നമ്പർ 29 നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. മോഡൽ ഏതാ? മോഡൽ 2016 ZLX 16 അല്ലേ? 16 ZLX. ഇത് ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങൾ ബാക്ക് സീറ്റ് ഒക്കെ ഫോർവേഡ് ആക്കിയിട്ടുണ്ട്. സാധാരണ ബൊലേറോക്ക് സൈഡിൽ ചെറിയ കുട്ടി സീറ്റാണ് വരുന്നത്, ഇതൊക്കെ ഫോർവേഡ് ആക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ടല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 1,50,000 കിലോമീറ്റർ ജെന്യൂൻ സർവീസും ഉണ്ട്. 150 ഓടി, 150 ജെന്യൂൻ സർവീസ്, 0 ക്ലെയിം. വണ്ടിക്ക് എന്തെങ്കിലും ക്ലെയിമോ കാര്യം ഉണ്ടെങ്കിൽ വണ്ടി തിരിച്ചു കൊണ്ടുവന്നേരാ, ഗ്യാരണ്ടി നമ്മൾ ഇതിന് കൊടുക്കും. സിംഗിൾ ഓണർ വണ്ടി. അടിപൊളി. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് ഫിക്സ്ഡ് പ്രൈസ്, ഓഫർ പ്രൈസ് 6 ലക്ഷം രൂപക്ക് നമുക്ക് ഇത് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കാം. 6 ലക്ഷം രൂപ ലോണും കൊടുക്കാം. 2016 ബൊലേറോ ആണ്, ZLX ആണ്. 6 ലക്ഷം രൂപക്ക് വണ്ടി നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കാം. 6 ലക്ഷം രൂപ ഒരു പ്രൊഫൈലുള്ള ലോണും കൊടുക്കാം. 1 രൂപ കൊണ്ടുവരാണ്ട് നല്ലൊരു ബൊലേറോ, അതും ഈ ടയറും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി ഒക്കെ അഡീഷണൽ ചെയ്ത സ്കേറ്റിംഗ്, അലോയ്സ്, ബമ്പർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തതാണ്. താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ. 1 രൂപ വേണ്ട. ഇനി ഈ XUV ആണെങ്കിലോ? XUV ഇന്റെ നമ്പർ ആണ് നമ്പർ 100 നമ്പർ 100 സ്വന്തം നമ്പർ ആണ്. ഇത് 2015 മോഡലാണ്. 15 മോഡൽ മഹീന്ദ്ര, രണ്ടാമത്തെ മഹീന്ദ്രക്കാരനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 2015 മോഡൽ, 17 രജിസ്ട്രേഷൻ. 17 അതെന്താ അങ്ങനെ വരുന്നത്? 15 വണ്ടി 17 അവർ രജിസ്റ്റർ ചെയ്തത്, അല്ലെങ്കിൽ അവർ 17 ഡെലിവറി എടുത്തത്, അങ്ങനെയാണ് എന്റെ ഓർമ്മ. പിന്നെ ഇത് ന്യൂ ഷേപ്പ് ആണ് കേട്ടോ. അതെ, ന്യൂ ഷേപ്പ് ആണ്. W10 ആണ് ഇത്. അന്നത്തെ ഫുൾ ഓപ്ഷൻ. അതെ, W10 സൺറൂഫ്, പിന്നെ ബട്ടൺ സ്റ്റാർട്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്. W10 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, മേജർ കേസും മൈനർ കേസും ഒന്നും ഇതിനകത്ത് പറയാനില്ല. എത്ര ഓടിയിട്ടുണ്ട്? കറക്റ്റ് 1.5 ലക്ഷം പ്രോപ്പർ സർവീസ്. എല്ലാ 10ലും പ്രോപ്പർ സർവീസ്, സർവീസ് ബുക്ക്, സ്പെയർ കീ, പിന്നെ സെക്കൻഡ് ഓണർ, എല്ലാ ഭാഗവും പെർഫെക്റ്റ്. ടൊയോട്ട പറയുന്ന പോലെ ഇപ്പൊ ഈ XUV ഇതിപ്പോ 1.5 ഓടി എന്ന് പറഞ്ഞല്ലോ. ഇതിപ്പോ മാക്സിമം എത്ര വരെ ഓടും? ഓടാൻ എല്ലാ വണ്ടി അജോ കറക്റ്റ് പ്രോപ്പർ സർവീസ് ചെയ്ത് കൊണ്ടുവരുന്ന എല്ലാ വണ്ടി. ഈ പ്രോപ്പർ സർവീസ് എന്ന് പറഞ്ഞാൽ അജ്ജ് ചെയ്ത് വന്ന ആളമാതിരിയാണ്. പ്രോപ്പർ സർവീസിനുള്ള ഒരു പ്രത്യേകത അങ്ങനെ ഉണ്ടല്ലോ. ഒരു കമ്പനിയിലാണ് ചെന്ന് കഴിഞ്ഞാൽ അത് മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റി, അതിൽ അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഇല്ല. 150 എന്ത് ചെയ്യണോ അത് അവരാണ് ചെയ്യും, അതിന്റെ ബില്ലും കൊടുക്കും. അതാണ് അതിന്റെ കണ്ടീഷൻ, അത് ഏത് കമ്പനി ആയാലും. ഈ XUV നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? XUV വിത്ത് ഫുൾ ഓൺ ഓഫർ പ്രൈസ് എന്താ? ഇത് നമുക്ക് 8,50,000 രൂപ. കേരളത്തിൽ എവിടെയും കിട്ടൂല. 2015 മോഡൽ, 17 രജിസ്ട്രേഷൻ വണ്ടി, W10. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. 8.5 ലക്ഷം രൂപയാണ്. സൺറൂഫ്, പിന്നെ ബട്ടൺ സ്റ്റാർട്ട്. W10 എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ആളുകൾക്ക് അറിയാം. ഫുൾ ഓണും കിട്ടും. 8.5 ലക്ഷം രൂപ ഫിക്സ്ഡ് പ്രൈസ്. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. വിട്ടുവീഴ്ചയുള്ളവനാണല്ലോ ജീവിതത്തിൽ വിജയമുള്ളൂ, അല്ലാത്തവന് പരാജയം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ? 8.5 രൂപയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തും കൊടുക്കുക. 8.5 ലക്ഷം രൂപ ലോൺ കൊടുക്കുക. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ, ഫുൾ ലോണില് നല്ല ഫാൻസി നമ്പറിന്റെ നമ്പറാണ്, പ്രത്യേകം നമ്മൾ പറയാണ്. അതെ, മൂപ്പരുടെ പേര് 100 എന്നാണ് എല്ലാരും വിളിക്കുക, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ ഇന്നോവ ഏതാ മോഡല്? ഇത് 2015 G4 ഇന്നോവ, ഗ്രേ കളർ. കേരള വണ്ടിയാണോ? അല്ല, റീ രജിസ്ട്രേഷൻ വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നിലവിൽ ഈ വണ്ടിക്കകത്തുള്ള കിലോമീറ്റർ 1,60,000 കിലോമീറ്റർ പ്രോപ്പർ കിലോമീറ്റർ അല്ല. കിലോമീറ്റർ പ്രോപ്പർ അല്ല. വണ്ടിക്ക് ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, പക്കയാണ്. ഇല്ല. എങ്ങനെ ഹിസ്റ്ററി ഇല്ല? അല്ല, സർവീസ് ഹിസ്റ്ററി കിലോമീറ്റർ പക്കയല്ല, ജെനുവിൻ അല്ല എന്നുള്ളൂ. ബാക്കിയെല്ലാം ഉണ്ടല്ലോ. ബാക്കി നല്ല ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് ഓരോന്ന് പറയേണ്ട ആവശ്യമില്ല. അതെ അതെ. ഇത് പിന്നെ ഒരു റീപ്ലേസും ഇല്ലാന്ന് ഉറപ്പല്ലേ? ഒരു റീപ്ലേസും ഇല്ല. കിലോമീറ്റർ മാത്രം ജെനുവിൻ അല്ലാന്ന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്ററിന്റെ കാര്യം നിങ്ങൾ എഞ്ചിനൊക്കെ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. കിലോമീറ്റർ ജെനുവിൻ അല്ലാത്ത വണ്ടികൾ. പിന്നെ ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമ്മൾ സാധാരണ കൊടുക്കൽ 9.25 റുപ്യക്കാണ്. 9.5 രൂപക്ക് ഫൈനലായിട്ട് 15 G4 ഇന്നോവ സെക്കൻഡ് ഓണർ വണ്ടി വിത്ത് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് 9.5 രൂപക്ക് കൊടുക്കാം. 9.5 രൂപ കൊടുക്കാം. ശരാശരി നമ്മൾ കൊടുക്കുന്ന ഒരു 8.5 രൂപ വരെ ലോണും കിട്ടും. ശരാശരി നമ്മൾ ഇവിടെ കൊടുക്കുന്നതാണല്ലോ, 8.5 ലോണും കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കിക്കോട്ടെ, ഏകദേശം 8.5 ലക്ഷം രൂപയിൽ 9.5 ലക്ഷം രൂപയ്ക്ക് 2015 G4 കിട്ടും. ഇനി ഈ സിൽക്കി ഗോൾഡ് ആണെങ്കിലോ? ഈ സിൽക്കി ഗോൾഡും 2015 ഇന്നോവ 15. ഇത് റീ രജിസ്ട്രേഷൻ വണ്ടി. എത്ര ഓടിയുണ്ട്? ഇത് ഓടിയത് അതുപോലെ തന്നെയാണ്. 2ന്റെ ഉള്ളിലാണ് ഇതിന്റെ കിലോമീറ്റർ ഉള്ളത്. കിലോമീറ്റർ ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ജെനുവിന് ഉറപ്പ് പറയൂല. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല, കാരണം നമ്മളിപ്പോ ഒരു വണ്ടി നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഇന്ത്യയിലൊക്കെ നല്ല. പിന്നെ ടയോട്ടയുടെ വണ്ടി ഞാൻ പറഞ്ഞില്ല, കിലോമീറ്റർ ഒരു വിഷയമാക്കണ്ട. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന മാതിരിയാജോ, ഇതിനൊരു സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ 4, 5, 8 ഓടിയ വണ്ടികൾ നമ്മൾ എടുത്തതുമാണ്, വിറ്റതുമാണ്. പിന്നെ വേറെ ഒരു റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ ഇപ്പൊ നമ്മൾ കാണിച്ച ഒരുവിധം എല്ലാ വണ്ടീനും ടയർ ഒരു 90% ഉണ്ട്. ടയർ ബ്രിഡ്ജിസ്റ്റോണിന്റെ ടയറാണ്, ഗുഡിയറിന്റെ ടയറാണ്. 4 ടയറും അത്യാവശ്യം 90% ടയർ തന്നെ പറയാം. ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല എന്നുള്ളൂ. ടയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതിന്റെ വില 9.5 രൂപ. നമുക്ക് നല്ലൊരു പ്രൊഫൈലുള്ള 8-8.5 വരെ ലോൺ കിട്ടും. അപ്പൊ 9.5 ലക്ഷം രൂപയ്ക്ക് 2015 വണ്ടി കിട്ടും.
ഇനി ഈ ഒരു വണ്ടിയാണെങ്കിലോ ഗ്രേ കളർ? ഇത് ഗ്രേ കളർ വണ്ടിയാണ്, 2015 തന്നെയാണ്. 15 ഇത് വി ആണോ? അല്ല, ഇതും G4 ആണ്. ഇത് പിന്നെ ക്രിസ്റ്റന്റെ അലോയ്സ്, ആൻഡ്രോയിഡ് സെറ്റ്, സീറ്റ് കവർ സെറ്റ്, ബാക്ക് സ്കേർട്ട്, അഡീഷണൽ ആയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എല്ലാ ഫീച്ചേഴ്സും ഒരു സെറ്റിലേക്ക് കൺവെർട്ട് ചെയ്തു തന്നെ പറയാം. ഇത് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നിങ്ങളൊന്ന് കാണണം കേട്ടോ, അത്രയ്ക്ക് നല്ല ഹൈ ക്വാളിറ്റി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 2015 അപേക്ഷിച്ച് നല്ല ക്ലീൻ വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി. ഇതിന്റെ കിലോമീറ്റർ എത്രയാ? ഇതിന്റെ കിലോമീറ്റർ പ്രോപ്പർ ആണ് 180 പ്രോപ്പർ കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, മേജർ കേസും മൈനർ കേസും ഒന്നും പറയാനില്ല. ഒരു പോറിൽ സിംഗിൾ സ്ക്രാച്ച് പോലും നിങ്ങൾക്ക് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇപ്പൊ നിലവിൽ ഇൻഷുറൻസ് നമ്മൾ എന്ത് ചെയ്യും, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. 365 ദിവസത്തിന് നമ്മൾ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുക്കും. അടിപൊളി. പിന്നെ ഇതെന്താ നമുക്ക് പ്രൈസ് വരുന്നത്? ഇതും അതുപോലെ തന്നെ 9.5 ആണ്. ഇനിയിപ്പോ കസ്റ്റമർ വരുമ്പോ നമ്മൾ ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ എന്തായാലും ചെയ്തു കൊടുക്കും. ചെറുതായിട്ട് ഒരുപാടൊന്നും കഴിയൂല. ഇതിപ്പോ 9.25 കുറച്ചൊന്നും ഇപ്പത്തെ സിസ്റ്റം വെച്ച് 15 കൊടുക്കാൻ കഴിയൂല. പിന്നെ നമ്മളെന്താ വെച്ചാൽ ഈ പാടിയ പാട്ട് പാടിക്കൊണ്ടിരിക്കണല്ലോ, ജനങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരണല്ലോ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കണം. അതെ അതെ. ഇപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇപ്പൊ 2024 25 ഞാൻ ഈ 9.5 നിങ്ങൾ തിരിച്ചും വാങ്ങും. 2016 കൂടി ഇന്നോവ തീർന്ന് 26 അല്ല 25 വന്നാലും ഓൽക്ക് എന്നെ വിളിക്കാം, 9.5 രൂപക്ക് ഞാൻ അങ്ങോട്ട് തിരിച്ചെടുക്കും. ഇപ്പത്തെ സ്റ്റേജ് അങ്ങനെയാണ്. ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ ഒക്കെ നമ്മൾ 2 കൊല്ലം മുമ്പ് കൊടുത്ത വണ്ടി 50,000 ലാഭം കൊടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പൊ. ഒരു 50 പൈസ ഇതുമ്പോ പോകൂല. അതാണ് ഇതിന്റെ വണ്ടിന്റെ പ്രത്യേകത. കംപ്ലൈൻസ് ഉണ്ടാവില്ല. ടൊയോട്ട ആയതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. ഇതും ഏകദേശം 8.5 ലക്ഷം രൂപ ലോൺ കിട്ടും. ഒന്ന് നോക്കിക്കോളൂ. ഇനി ഒരു ചെറിയ വണ്ടി കാണിച്ചു, ചെറുത്. നമ്മൾ സാധാരണക്കാരനെ പരിഗണിക്കണല്ലോ, സാധാരണക്കാരനാണ് എല്ലായിടത്തും ഘടകം. അപ്പൊ ഇവിടെ വരുമ്പോ മറ്റേ ലക്ഷങ്ങളുടെ കഥ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. ലക്ഷം ഒന്നും വേണ്ട, 1000 കൊടുത്താൽ കിട്ടുന്ന ഒരു വണ്ടി കാണിച്ചു തരാം. അൾട്ടോ ഏതാ മോഡൽ? 2005 മോഡൽ LXi. 5 മോഡൽ LXi, AC പവർ സ്റ്റിയറിംഗ് ഉള്ള അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. LXi VXi എന്ന് പറഞ്ഞ VXi അന്ന് അൾട്ടോയിലില്ല. LXi അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയ വണ്ടി, മീൻ വാങ്ങാൻ പോകാനൊക്കെ അങ്ങാടിക്കൊക്കെ പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇത്. ഇനിയിപ്പോ ഇന്നോവ ഉള്ളവരും ഒരു സെക്കൻഡ് വണ്ടി ചെറിയ അങ്ങാടിക്ക് പോകേണ്ട ഒരു ആവശ്യത്തിന് ചെറിയൊരു വിലന്റെ വണ്ടി. ഇതെന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ചെറുതായിട്ട് 2005 വണ്ടിയല്ല, അതിന്റേതായിട്ടുള്ള കുറ്റം കുറവൊക്കെ എന്തായാലും ഇതിനുണ്ടാവും. കാരണം ഓൾറെഡി ഇപ്പൊ 2005 15 25 ഒരു 19 കൊല്ലം ഭൂമിയിൽ ഓടി, അതിന്റേതായിട്ടുള്ള ഒരു കുറവുകൾ എന്തായാലും കേരളത്തിലോടി. അതെ അതെ. വേറെ മേജർ പ്രശ്നങ്ങളൊന്നും മേജർ ഒന്നുമില്ല. പിന്നെ വരുന്നവര് ഇപ്പൊ എന്താ പറയുക, ഇതൊക്കെ ചെറിയ വിലന്റെ വണ്ടിയാണ്. ഇതൊക്കെ വരുന്നവര് വരിക, എല്ലാ വണ്ടിയും നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി ആളുകൾ വരിക, സർട്ടിഫൈ ചെയ്യുക, 100 വട്ടം കബൂലാണോ ഡീലാക്കുക, അങ്ങനെ ഉണ്ടല്ലോ. കിലോമീറ്റർ ഒക്കെ പറയണം. കിലോമീറ്റർ ഒന്നും ഇത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കിയിട്ട് തന്നെയല്ല. ഇതൊരു ഫിക്സ്ഡ് പ്രൈസ്, ഓഫർ പ്രൈസ് 41,000 രൂപ. 41,000 റുപ്യക്ക് ഒരു 2005 LXi അൾട്ടോ. അല്ല, ഇതങ്ങനല്ല. ഇതൊന്നും കിട്ടിയിട്ടുള്ള കച്ചവടമല്ല കേട്ടോ. നമ്മൾ എല്ലാരും പരിഗണന വലിയൊരു ഘടകമാണല്ലോ. 41 റുപ്യക്ക് ഒരു LXi അൾട്ടോ, AC പവർ സ്റ്റിയറിംഗും പക്ക വർക്കിംഗ്, ഒന്നും വർക്ക് പേരിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ, സംഗതി വർക്കിംഗ് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, ആർക്കെങ്കിലും ലോ ബഡ്ജറ്റിൽ 41,000 രൂപയ്ക്ക് 2005 അൾട്ടോ LXi വേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്തോ. AC പവർ സ്റ്റിയറിംഗും എല്ലാം വർക്കിംഗ്, ഒരു കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. അടിപൊളി. അപ്പൊ സാധാരണക്കാർക്ക് പറ്റിയ സാധനമുണ്ട്. ഇനി അടുത്തത് ഒരു ബോൾട്ട് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരന്റെ വണ്ടിയാണ്, ഒരു ഇടിക്കട്ട വണ്ടിയാണ് അല്ലേ? അതെ അതെ, സാധാരണക്കാരന്റെ അതെ. ടാറ്റ എന്ന് പറയുമ്പോൾ ബോഡിയിൽ, ടാറ്റ വോക്സ് വാഗൺ ബോഡിയിൽ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതാണ് ടാറ്റന്റെയും ബോൾട്ടിന്റെയും പ്രത്യേകത. അതെ അതെ. ഇത് ശരിക്കും ഏതാ മോഡല്? ഇത് മോഡൽ വരുന്നത് ടാറ്റന്റെ ബോൾട്ട് 2015 മോഡൽ, 90,000 കിലോമീറ്റർ പ്രോപ്പർ കിലോമീറ്റർ ഉള്ള വണ്ടിയാണ്. 15 മോഡലാണ്. അതായത് നമ്മുടെ ഇൻഡിക്ക വിസ്റ്റ കഴിഞ്ഞിട്ട് നേരെ ജേഷനാണ് ഈ വണ്ടി. അതെ അതെ. ഇതിലും എസിയും പവർ സ്റ്റിയറിംഗും 4-door പവർ വിൻഡോ. അല്ല, ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. ഈ ബോൾട്ടിൽ എന്താണോ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി, 2015 ഇറങ്ങിയ അലോയ്സ് അടക്കം വരുന്ന വണ്ടി. ഒക്കെ കമ്പനി വീലാണല്ലോ ഇതിനകത്തുള്ളത്. ഇതും ഡീസൽ അല്ലേ? അല്ല, പെട്രോൾ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഇച്ചിരി കുറവായിരിക്കും അല്ലേ? മൈലേജിന്റെ ഘടന നമുക്ക് ഇതിനെ പറ്റി അറിയൂല. അറിയാത്തൊരു സംഗതി നമ്മൾ ഒരു 12 മുതൽ 15 വരെ നിങ്ങൾ മാക്സിമം പ്രതീക്ഷ. എന്തായാലും ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. 90 ജെന്യൂൻ കിലോമീറ്റർ ആണ്. അതൊക്കെ പ്രോപ്പർ കസ്റ്റമർ വണ്ടി നമ്മൾ ഡയറക്റ്റ് വാങ്ങിയത്, ഒന്നുമില്ല, ഗ്യാരണ്ടി കൊടുക്കുക. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4-door വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കലി വരും, ബാക്ക് വൈപ്പർ വരും, എന്നിങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവറും അടിപൊളി സീറ്റ് കവറാണ്. ഇനി വിലയും കൂടി ഒന്ന് കേൾക്കട്ടെ. ഇതൊരു ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ള നമുക്ക് ഏകദേശം എന്ത് ചെയ്യാം, ഫുൾ ഓണല്ലേ ഒരു ടാറ്റന്റെ ബോൾട്ട് 2,50,000 രൂപ. 2.5 ലക്ഷം. പെട്രോൾ വണ്ടിയാണോ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു കംപ്ലൈന്റും വരില്ല. ഡീസൽ പോലെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. 2.5 ലക്ഷം രൂപ, 1 രൂപ കൊണ്ടുവരണ്ട. നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ പോരെ ഈ ബോൾട്ട് കൊണ്ടുപോകാട്ടോ. ക്വാളിറ്റി വണ്ടി, വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ ഡീസൽ റിറ്റ്സ് എന്താ വില? റിറ്റ്സ് 2013 ഒരു കിളിക്കുഞ്ഞാണ് ഈ വണ്ടി. ശരിക്കും നല്ല നീറ്റ് ആൻഡ് 13 സംബന്ധിച്ച് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഫ്രണ്ടിൽ 2 പുതിയ ടയർ ഇട്ടിട്ടുണ്ട്, ബാക്കിൽ ആവറേജ് ആണ് കേട്ടോ. ഇത് ശരിക്കും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇതിന് മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ആക്സിഡന്റ് ആയിട്ടുള്ള റീപ്ലേസും കാര്യങ്ങളൊന്നും അല്ല. മറ്റേ നമ്മളെ മട്ടല് വീണിട്ട് കറക്റ്റ് ആണ്. നമുക്ക് ഒരു വണ്ടി നോക്കി ചെക്ക് ചെയ്ത് അറിയാൻ കഴിയുമല്ലോ. അതെ അതെ. അത് പിന്നെ
ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി അത്രയും നീറ്റാണ്. 2013 സംബന്ധിച്ച് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. സീറ്റ് കവർ, സെറ്റ്, സെന്റർ ലോക്ക്, റിമോട്ട്, ഇങ്ങനെ അഡീഷണൽ പറയുമ്പോൾ എല്ലാ VDI 13 ഓട്ടോ എത്രയാ? കറക്റ്റ് 1.5 ലക്ഷം പ്രോപ്പർ സർവീസ്. സർവീസ് കറക്റ്റ് ഹിസ്റ്ററി. ഇതൊക്കെ വിളിച്ചു വെച്ചാൽ കിട്ടുന്ന സാധനമല്ല. 56 ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. എന്താ വില കൂടി? ഇത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരുപാട് കൂട്ടി പറയണ്ട. ഒരു 3,10,000 റുപ്യക്ക് നമുക്ക് ഒരു ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ളവർക്ക് 2013 ഒരു റിഡ്സ് കൊടുക്കാം. ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ അല്ലെങ്കിൽ ഒരു 2.5 റുപ്യ ശരാശരി, ഒരു 10-50 റുപ്യൊക്കെ ഇപ്പൊ എന്തായാലും റിഡ്സ് എടുക്കാൻ വരുന്നവന്റെ കയ്യിലില്ലാതെക്കൂലല്ലോ. ഒരു 2.5 ലക്ഷം റുപ്യ എന്തായാലും ലോണും. 1.5 ഓടിയതുകൊണ്ട് ചോദിക്കട്ടെ, വേറെ ഒരു അപാകതയില്ലല്ലോ വണ്ടിക്ക് ഒരു റീപ്ലേസും ഇല്ല. ഞാൻ ഈ പറഞ്ഞതല്ലാതെ വണ്ടി 1 ലക്ഷത്തിൽ മേജർ സർവീസ്, ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ ചെയ്ത മാരുതി സർവീസ് ഉള്ള വണ്ടിയല്ലേ. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും നോക്കിക്കോട്ടെ, 2.5 ലക്ഷം രൂപ ലോൺ കിട്ടും, 3.10 വില. ഒരു XUV കൂടി കാണിച്ചു തരാം. നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഇത് ഏതാ മോഡൽ? ഇത് 2015 ആണ് അജോ. W8 ആണ്, ന്യൂ മോഡൽ ആണ്. 2015 ന്യൂ മോഡൽ ആണല്ലോ വരിക. അതെ അതെ. ഇതിപ്പോ നമ്മൾ പറഞ്ഞ മാതിരി ഇത് ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടി. ഫുൾ ഓണിൽ ഒരു XUV. ഇത് എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? 2015 1,40,000 കിലോമീറ്റർ. 1,40,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി കിട്ടും. സർവീസ് W8. പക്ഷെ ഇതിൽ സൺറൂഫ് ഉണ്ടാവില്ല. സൺറൂഫ് ഉണ്ടാവില്ല. ന്യൂ ഷേപ്പ് ആണ്. അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒട്ടുമിക്ക ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. നല്ല ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഒരു അപാകത ഇല്ലല്ലോ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. പിന്നെ കിലോമീറ്റർ എത്ര പറഞ്ഞു? 140 അത് ഹിസ്റ്ററി കിട്ടും. ഇതൊക്കെ സർവീസ്. ഇതിപ്പോ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ടയോട്ട ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 22 കിലോമീറ്റർ പോയ ടയോട്ടന്റെ ഷോറൂം ഉണ്ട്. ഇല്ലെങ്കിൽ മഹീന്ദ്ര ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫറൂഖ് 84 ഷോറൂം ഉണ്ട്. അപ്പൊ ഇതൊക്കെ വരുന്ന ആളുകൾ വില പറഞ്ഞ് ഉറച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷോറൂമിൽ ചെക്ക് ചെയ്യാം, എന്നിട്ട് തന്നാൽ മതി പൈസ. എന്താ വില? ഇത് നമ്മൾ ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ള 8 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. പ്രൊഫൈലുള്ള 8 ലക്ഷം റുപ്യ ലോണും കൊടുക്കാം. നേരത്തെ വണ്ടി പറഞ്ഞ പോലെ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും സെയിം 8 ലക്ഷം രൂപയാണ് ഇതിനും വില വരുന്നത്. താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നല്ലൊരു ന്യൂ ഷേപ്പ് ഫോർച്യൂണർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയുണ്ട്. ഇത് ഏതാ മോഡൽ? ടയോട്ടയിലെ രാജകുമാരൻ. അങ്ങനെയാണല്ലോ ടയോട്ടയിൽ ഇപ്പൊ ഫോർച്യൂണർ ആണല്ലോ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ കിട്ടുന്നതില് അതെ അത്രേ ഉള്ളൂ. സാധാരണക്കാർ ഇപ്പൊ ടയോട്ടന്റെ വണ്ടിയിൽ ഒരു ഹൈലൈറ്റ് പിന്നെ വണ്ടി എന്ന് പറയാം. ടൊയോട്ടയുടെ പ്രീമിയം വണ്ടി ഇന്ത്യയിൽ എല്ലാവരും എടുക്കുന്ന ഒരു സാധനം ഞാൻ പറയുള്ളൂ. പ്രീമിയം വണ്ടി ഒരിക്കലും ഞാൻ പറയില്ല. കറക്റ്റ്. ഇത് ശരിക്കും ഏതാ മോഡൽ? ഇത് 2017 മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ സിഗ്മ 4 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? അടിപൊളി. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അടക്കം അതെ. ഈ സിഗ്മ 4 എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അഡീഷണൽ ഇതിന്റെ ഫീച്ചേഴ്സ് പറയേണ്ട ഒരു ആവശ്യമില്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഫോർച്യൂണർ ഇറങ്ങിയതിൽ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. പിന്നെ ഈ സാധനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു 1 ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ലെജൻഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. കറക്റ്റ് കറക്റ്റ്. 1 ലക്ഷം രൂപ മതി കേട്ടോ. അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തും കൊടുക്കും. ചെയ്തു കൊടുക്കാം. അപ്പൊ എന്തായാലും അങ്ങനെ ഏത് കണ്ടീഷനിൽ വേണം നിങ്ങൾക്ക് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് പ്രോപ്പർ സർവീസ് പിന്നെ 90,000 കിലോമീറ്റർ. മോഡൽ ഏതായിരുന്നു? 2017 സിഗ്മ 4. 17 അല്ലേ? 17 90,000 എന്ന് പറയുന്ന ഫോർച്യൂണർ അപേക്ഷിച്ച് വലിയൊരു ഓട്ടം ഒരു 10-12 മൈലേജും കിട്ടും അല്ലേ? 12 കിലോമീറ്റർ സുഖമായിട്ട് കിട്ടും, സംശയമൊന്നുമില്ല. 12 കിലോമീറ്റർ സുഖമായിട്ട്. എന്താ വില വരുന്നത്? ഇത് നമുക്കൊരു ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ള സിഗ്മ 4 ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി 32 ലക്ഷം റുപ്യ ഫിക്സ്ഡ് പ്രൈസ്. 17 മോഡൽ അല്ലേ? 17 മോഡൽ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 65 ലക്ഷം റുപ്യ. ലെജൻഡറിനാണെങ്കിൽ 64 ഉണ്ട്. ഇതിന് 57 രൂപ ഉണ്ട്. 57 രൂപ ഉണ്ട് പുതിയ. ഏകദേശം നിങ്ങൾക്ക് ഒരു 20. അല്ല, ഇതൊക്കെ ഇനിയിപ്പോ എന്താ വെച്ചാൽ ഇതിലൊരു ഹൈലൈറ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടിയൊക്കെ നിർത്താൻ പോവാണ് കമ്പനി. ഫോർച്യൂണർ നിർത്താൻ പോവാണ്. ഇത് 32 രൂപക്ക് ആര് മേടിക്കുന്നോ 2025 നമ്മൾ എഗ്രിമെന്റ് ചെയ്ത് തിരിച്ചു വാങ്ങാം. 32 രൂപയ്ക്ക് തിരിച്ചും വാങ്ങാം. എന്താ സംശയം? കമ്പനി നിർത്താൻ പോവല്ലേ, ഫോർച്യൂണർ നിർത്താൻ പോവാ. 1 രൂപ ഡിപ്രീസിയേഷൻ ഇല്ലാണ്ട് നമ്മൾ തിരിച്ചെടുക്കും. അതാണ് അതിന്റെ പോളിസി. ഇതൊക്കെ മേടിച്ചു വെക്കുന്ന ഒരു അസറ്റ് ആണെന്നാണ് പറയുന്നത്. അതെ അതെ അതെ. അല്ല, ഇതെന്താരോ നമ്മൾ കൊട്ടടക്കന്റെ മാതിരി ടയോട്ടന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ തന്നെ അജു നിങ്ങളിപ്പോ വയനാട്ടുകാരനാണ്, നിങ്ങൾക്ക് അറിയാലോ. കൊട്ടടക്ക, ഏലം, ചുക്ക്, കുരുമുളക് ഇതൊക്കെ പഴകും തോറും വില കൂടും. അതാണ് ടയോട്ടന്റെ ഒരു ഹൈലൈറ്റ് ഇട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും നമ്മൾ ടയോട്ടയിൽ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഓരോ കൊല്ലം കൂടുന്തോറും വില കൂടുതലാതെ കുറയുന്നില്ല. ഇയർ ബാക്കിന്റെ ഒരു വിഷയം എന്ത് ചെയ്യണില്ല, ടയോട്ടയിൽ ബാധിക്കുന്നില്ല. ഇനോവ ആട്ടെ, ക്രിസ്റ്റ ആട്ടെ, ഇറ്റിയോസ് ആട്ടെ, ലിവ ആട്ടെ, പോർച്ച് ഇതൊക്കെ ക്രിസ്റ്റ ആവട്ടെ, ഇതൊക്കെ സംഗതി കമ്പനികൾ നിർത്തിപ്പോയി. അപ്പൊ എന്ത് ചെയ്യും? കൊട്ടടക്ക വെക്കുന്ന മാതിരി അടുത്ത കൊല്ലം വരുമ്പോ 25 വരുമ്പോൾ 1 ലക്ഷം രൂപ ലാഭത്തിന് വെക്കാം. ഇപ്പത്തെ ട്രെൻഡ് അങ്ങനെയാണ്. എന്തായാലും നോക്കിക്കോളൂ. ഇത് നമുക്ക് ലോൺ എത്ര പറഞ്ഞില്ലല്ലോ. ഇത് പ്രൊഫൈലുള്ള ആളുകൾക്ക് എന്തായാലും ഒരു 20-25 വരെ ലോൺ കിട്ടും. ഒരു 6 ലക്ഷം റുപ്യ മുടക്കിയാൽ മതി. അപ്പൊ സ്വാഭാവികമാണല്ലോ. അതെ അതെ. ഒരു 5-6 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇറക്കിക്കൊണ്ട് പോവാം. ഒരെണ്ണം കൂടി കാണിച്ചു തരാം കേട്ടോ. വേഗം പറയാം. ഇതേതാ മോഡൽ? ഇതും 2016-17. ഇതിന്റെ കിലോമീറ്റർ ഹൈലൈറ്റ് ആണ് വെറും 65,000 കിലോമീറ്റർ. 16 മോഡൽ 17 രജിസ്ട്രേഷൻ സിഗ്മ 4. 65,000 കിലോമീറ്റർ സീറോ ക്ലെയിം പ്രോപ്പർ സർവീസ് ഗ്യാരണ്ടി. ഇതും സിഗ്മ 4 സിഗ്മ 4 വീൽ. നേരത്തെ കണ്ട സെയിം വണ്ടി തന്നെയാണ് കേട്ടോ. കുറച്ചുകൂടി കിലോമീറ്റർ കുറഞ്ഞു ഉള്ളൂ. ഇന്റീരിയർ ഒക്കെ എക്സ്ട്രാ നീറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കൽ. അതെ അതെ. 70 ഓടുമ്പോ 65-70 ഓടുമ്പോ അതിന്റേതായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്തായാലും വണ്ടി വേണമല്ലോ. അതെ അതെ അതെ. പിന്നെ ഒരു കംപ്ലൈന്റും വരില്ല കേട്ടോ ഈ സാധനം.
ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നേക്കാ? ഇത് നമുക്ക് ഒരു ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ള 30 ലക്ഷം റുപ്യ കൊടുക്കാം. 30 ലക്ഷം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി 30 ലക്ഷം രൂപ. ഇതൊക്കെ വിത്ത് ഗ്യാരണ്ടിയിൽ കൊടുക്കൂട്ടോ ഈ വണ്ടികൾ. നമ്മൾ ഓരോ ഞാനല്ല കൊടുക്കുന്നത്, കമ്പനി കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് വേറെ ഒന്നും ചെയ്തില്ല, സ്റ്റോക്ക് കണ്ടീഷൻ. കറക്റ്റ് നിലവിൽ വണ്ടി എങ്ങനെയാണോ കമ്പനി ഇറങ്ങിയത് അതേ കണ്ടീഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷം രൂപ മുടക്കിയാൽ കംപ്ലീറ്റ്ലി ലെജൻഡർ ആക്കുകയും ചെയ്യാം. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോ 25 ലക്ഷം രൂപ അടുത്ത് ലോണും കയറും. ഓക്കെ, ഇനി ഈ ഇന്നോവ ആണെങ്കിലോ? ഇത് ഡൽഹിയിലോ ബോംബെയിലോ ഗുജറാത്തിലോ ഹരിയാനയിലോ യുപിയിലോ കിട്ടുന്ന വിലക്ക് നമ്മൾ 2015 വി ഇന്നോവ കൊടുക്കുക. ഓക്കെ, 15 എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ. അതെ 15 വി ഇന്നോവ. വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ ഡെലിവറിന്റെ സാധനം പോലും പറഞ്ഞു പോയിട്ടില്ല. അതായത് എക്സാക്ട് 12/8/2015 ആണ് ഇതിന്റെ ഡെലിവറി ഡേറ്റ്. കറക്റ്റ്. ഇതില് ഈ വിയിൽ വരുന്ന 2015 ഇത് വരുന്നതാണ്, അഡീഷണൽ അല്ല. ഇത് 2005 നമ്മളെ മറ്റേ എന്താ പറയലേ ഡയമണ്ട് കട്ട് വീൽ 2015 വരുന്നതാണ്. അതെ. പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും എക്സ്ട്രാ നീറ്റ് തന്നെയാണ്. 2015 അപേക്ഷിച്ച് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഇത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? മേജർ കേസ് ഒന്നുമില്ല, മൈനർ ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു ബമ്പറും മഡ്ഗാർഡും അങ്ങനെ ചെറിയ 1-2 അതായത് പറയത്തക്ക സംഗതികളല്ല എന്നാലും നമ്മൾ പറയണം. അതിപ്പോ സ്വാഭാവികമാണ്. നമ്മളിപ്പോ ഏത് വീഡിയോയിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വണ്ടികൾ ഫസ്റ്റ് ക്ലാസ് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് എല്ലാവർക്കും കൊടുക്കുക. അപ്പൊ എന്തെങ്കിലും ചെറിയ ക്ലെയിമോ കാര്യമോ വരുമ്പോൾ ആളുകൾ എന്തെങ്കിലും ഇത് കൊണ്ടുപോയി മാറ്റി പൈസ കൊടുക്കണ്ടല്ലോ. ഈ വണ്ടി ഓടിയത് കറക്റ്റ് 1,60,000 കിലോമീറ്റർ ഹിസ്റ്ററി കിട്ടും. അടിപൊളി. എന്താ പ്രൈസ് വരുന്നത്? ഇത് ഡൽഹി ബോംബെ ഗുജറാത്ത് യുപി ഹരിയാനത്തെ വിലക്ക് നമുക്കാണ് കൊടുക്കുക. 7,75,000 രൂപക്ക് 2015 വി ഇന്നോവ. ഇവിടെ രജിസ്റ്റർ ചെയ്താണോ? അല്ല, രജിസ്റ്റർ ചെയ്യാതെ. ഇനിയിപ്പോ രജിസ്റ്റർ ചെയ്യാൻ 1.4 വന്നാൽ 9 ലക്ഷം റുപ്യ 9 ലക്ഷം റുപ്യക്ക് 15 വി കിട്ടുമോ? 9.5 കിട്ടുമോ? 7,75,000 റുപ്യ ഫിക്സ്ഡ് പ്രൈസ്. ഇതിനകത്ത് ഒരു നെഗോഷ്യബിൾ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇതൊക്കെ ഇതെന്താ വെച്ചാൽ നമ്മൾ ഡൽഹിത്തെ വിലക്ക് ഒരു വണ്ടി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുകയാണ്. അടിപൊളി. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. NOC പ്രൈസ് 9 ലക്ഷം റുപ്യ വണ്ടിക്ക് വില വരുള്ളൂ. 7,75 പ്ലസ് 1,25 9 ലക്ഷം റുപ്യക്ക് 15 വണ്ടിക്ക്. കേരള വണ്ടിയാണ് നമ്മൾ 12.5 ലക്ഷം റുപ്യ കുറച്ച് ഇപ്പൊ കൊടുക്കൂല. റീ വണ്ടി ആണെങ്കിൽ ഒരു 10-11 റുപ്യ കുറച്ച് ഇപ്പൊ കൊടുക്കാൻ കഴിയൂല. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എല്ലാ വണ്ടി കൂടി നമ്മൾ വില കൂട്ടി പറഞ്ഞു ഇല്ലെങ്കിൽ ഓരോരുത്തർ വില ഏറെയാണെന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പൊ ആവശ്യക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ആളുകൾക്ക് വേണമെങ്കിൽ കേരളത്തിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ കേരളത്തിൽ എവിടേക്കും നമുക്ക് NOC എടുത്തും കൊടുക്കാം. ഓക്കെ, എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇത് 2014 ന്യൂ ഷേപ്പ് അൾട്ടിസ് J+ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും അല്ലേ? അതെ. ബേസിന്റെ നേരെ തൊട്ട് മുകളിൽ J+ G ഇങ്ങനെ GL ഇങ്ങനെയാണ് വരുന്നത്. അതെ. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല നീറ്റ് ആണ്. ഇത് റിയല്ലേ? അത് റീവണ്ടി. ഏതാ മോഡൽ? കേരളത്തിൽ റീവണ്ടി 2014 72 ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. പിന്നെ എത്ര ഓടിയുണ്ട് ഈ വണ്ടി? പ്രോപ്പർ കിലോമീറ്റർ 1,90,000 കിലോമീറ്റർ. ഇത് ഈ ടൊയോട്ടയുടെ വണ്ടി തന്നെ ആയതുകൊണ്ട് യാതൊരു പ്രശ്നം വരാൻ സാധ്യതയില്ല കേട്ടോ. പ്രോപ്പർ സർവീസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ? സർവീസ് പ്രോപ്പർ അല്ലെങ്കിലും കിലോമീറ്റർ പ്രോപ്പർ ആയി എല്ലാവരും ഇപ്പൊ ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി ചെയ്തോളണം എന്നില്ല. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. ഓക്കെ. ഫ്ലഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല? ഫ്ലഡ്, ടോട്ടൽ ലോസ്, മേജർ ആക്സിഡന്റ്. അല്ലാതെ ഞാൻ പറഞ്ഞ ഒരു ബമ്പർ മാറിയില്ല, ഇത് മാറിയിട്ടില്ല കേട്ടോ. നമ്മൾ ഏത് വണ്ടിയും പറയുമ്പോൾ എന്താ ഒരു ബമ്പർ മാറുക, അല്ലെങ്കിൽ ഒരു മഡ്ഗാർഡ്, അല്ലെങ്കിൽ ഒരു സൈഡ് മിറർ, ഇതൊന്നും ഒരു റീപ്ലേസ് ആയിട്ട് നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെയാണല്ലോ മേജർ ആയിട്ട് അടിച്ച് റേഡിയേറ്റർ, കണ്ടൻസർ, എഞ്ചിൻ, ഇതാണല്ലോ ഒരു മേജർ ആക്സിഡന്റ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഗ്യാരണ്ടി കൊടുക്കാം. 2014 വണ്ടി, 14 J+ ന്യൂ ഷേപ്പ് വണ്ടി. ഇത് നമുക്ക് ഒരു ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ള 6,75,000 റുപ്യ. 6,75,000 നെഗോഷ്യബിൾ ആവുമോ? ഇതൊക്കെ ഇപ്പൊ എന്താ ഞങ്ങളോട് പറഞ്ഞു, നമ്മളൊരു മുതൽ വെറുതെ തരുകയാണ് ഇപ്പൊ ഈ പറഞ്ഞ സംഗതികളൊക്കെ. അപ്പൊ 2 തരുമെന്ന് ചോദിക്കാൻ ചോദിക്കരുത് നിങ്ങൾ, മനസ്സിലായില്ലേ? അപ്പൊ അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ഇതൊന്നും മാക്സിമം കുറച്ചാ നമ്മളിത് പറയുന്നത്, അങ്ങനെ ഉണ്ടല്ലോ. എന്നാലും നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും അതിപ്പോ സ്വാഭാവികമാണല്ലോ. ആളുകൾ വന്നാണ്ട് ഓരോരു സന്തോഷം നമ്മൾ എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കുക, ഒരു എണ്ണന്റെ പൈസെങ്കിലും കുറച്ച് കൊടുക്കുക, ന്യായമായ തീരുമാനമാണ്. അത് നമുക്ക് ചെയ്തു കൊടുക്കാം. 6,75 ലോണോ? മാക്സിമം ലോണും കിട്ടും. ഇതിന് ഒരു 5-6 റുപ്യ വരെ ലോണും കിട്ടും. ടൊയോട്ടയുടെ വണ്ടിയല്ലേ? 1 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഒരു അൾട്ടിസ് എന്നുള്ള സംഗതി എന്തെങ്കിലും ആഗ്രഹം പോകും. നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ലോൺ കിട്ടും. അത് നിങ്ങൾക്ക് എത്ര കിട്ടും അത്രയും കയറി തരും, ബാക്കിയുള്ള പൈസ. എന്തായാലും നോക്കിക്കോട്ടെ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു അൾട്ടിസ് ആണ്. ഇനി ഇവിടെ ഒരു ക്രിസ്റ്റ ഉണ്ടല്ലോ, നമ്മൾ ക്രിസ്റ്റ കാണിച്ചില്ലേ സംഘം? അതെ, ക്രിസ്റ്റ ഇന്നോവയും ഫോർച്യൂണറും തന്നെ നമ്മുടെ ബ്രാൻഡ്. അതെ. ഇത് ഏതാ മോഡൽ? ഇത് 2017 മോഡൽ, കേരള രജിസ്ട്രേഷൻ. 17 G4 ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക് അല്ലേ? 2017 മോഡൽ G4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എത്ര ഓടിയുണ്ട്? 1,30,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഗ്യാരണ്ടി കൊടുക്കും. ഇതിന്റെയും ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 75-80% ഫുൾ കവർ ഇൻഷുറൻസ് എല്ലാ ഭാഗവും. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല, 0 ക്ലെയിം. വണ്ടി റീപ്ലേസ് ഉണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ വണ്ടി തിരിച്ചു കൊണ്ടുവന്നേരാം. അതാണ് ആ ഒരു ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. അത് മതി. പിന്നെ എന്താ പ്രൈസ് വരുന്നത്?
ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓവർ പ്രൈസ് നമ്മൾ ചോദിക്കാൻ പറ്റില്ല. 17,75,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഇത് റിയന്നല്ലേ? അല്ല, 2017 ഒറിജിനൽ കേരള G4 ഓട്ടോമാറ്റിക് വണ്ടി. അതെ അതെ അതെ. അപ്പൊ 17,75,000 നമ്മൾ ആസ്ക് ചെയ്യുന്ന ഒരു 10,000 ഉറുപ്പിക നമുക്ക് ഫിക്സഡ് ആയിട്ട് കൊടുക്കാം. 15 ലോൺ കയറില്ല. 15 ഉറുപ്പിക വരെ പ്രൊഫൈലുള്ള ലോണും കിലോമീറ്റർ 130 ജെന്യൂൻ പ്രോപ്പർ സർവീസ്. പിന്നെ ടയോട്ട ഇത് നല്ല ഹൈലൈറ്റ് ഒരു ഗ്രാനൈറ്റ് ഗ്രേ എന്ന് പറയുന്ന കളറാണ്. ഇത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആണ്. 17,50,000 രൂപയ്ക്ക് വണ്ടി എടുക്കാം. 15 ലക്ഷം രൂപ ലോൺ കിട്ടും. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റ ആണെങ്കിലോ ഇതും അതുപോലെ തന്നെ 2017 മോഡൽ G4 ഓട്ടോമാറ്റിക്. കിലോമീറ്റർ 2 ലക്ഷം കിലോമീറ്റർ പ്രോപ്പർ സർവീസ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മേജർ കേസ് ഇല്ല, മൈനർ ഉണ്ട്. ഇതിന്റെ ബമ്പർ ഓൾറെഡി എന്തായാലും 2021 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മേജർ ഇല്ല, മൈനർ കേസ് ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം 90% ഇന്ത്യയിലൊക്കെ ആ ഒരു കമ്പനി വന്ന സീറ്റാണ്, ഒന്നും മാറിയിട്ടില്ല. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. മേജർ കേസ് ഇല്ല, മൈനർ ആയിട്ടുണ്ട്. വരുന്ന ആളുകൾ ഇപ്പൊ എന്തായാലും വരിക, ചെക്ക് ചെയ്യാൻ. ഗ്ലാസോ കാര്യങ്ങളൊന്നും ഗ്ലാസ് കാര്യങ്ങൾ മേജർ ആക്സിഡന്റ് അങ്ങനെയല്ല. 2 ലക്ഷത്തിന്റെ ഹിസ്റ്ററിയും കിട്ടും. 2 ലക്ഷം പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. എന്താ വില വയ്ക്കുന്നത്? ഇതൊരു ഫിക്സഡ് പ്രൈസ് ആയിട്ട് നമുക്ക് 17 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. 17 ലക്ഷം റുപ്യക്ക് 2017 G4 ഓട്ടോമാറ്റിക് വണ്ടി. അപ്പൊ ശരിക്കും 2017 അതെ. അതൊന്നേ 30 ഓടിയിട്ടുള്ളൂ. അതിലാറ് 70,000 കൂടിയിട്ടുണ്ട്. അതിന്റെ ഒരു 50,000 റുപ്യന്റെ വേരിയേഷൻ എത്രയേ ഉള്ളൂ. 15 ലക്ഷം രൂപ ലോൺ. 15 ലക്ഷം രൂപ ലോൺ. ഏകദേശം 2 ലക്ഷം രൂപ കൊണ്ട് വന്നാൽ ഈ ക്രിസ്റ്റയും കൊണ്ട് G4 ഓട്ടോമാറ്റിക് ക്രിസ്റ്റയും കൊണ്ട് നല്ല വെള്ള കളറിലുള്ള ഒരു ക്രിസ്റ്റയും കൂടി കാണിച്ചു തരാം. ഇതും ന്യൂ ഷേപ്പ് ആക്കിയതാണ്. ന്യൂ ഷേപ്പ് ആക്കിയതാണ്. രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2017 മോഡൽ 18 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. ഇത് എത്ര ഓടി ഉണ്ട്? ഇത് 1,60,000 കിലോമീറ്റർ പ്രോപ്പർ കിലോമീറ്റർ. ഹിസ്റ്ററി ഒക്കെ കിട്ടും. കറക്റ്റ് ഹിസ്റ്ററി കിലോമീറ്റർ കിട്ടും. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? മേജറും ഇല്ല, മൈനറും ഇല്ല. ഓട്ടോ എത്രയായിരുന്നു പറഞ്ഞത്? 1,70,000 അതൊക്കെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നീറ്റ് വണ്ടിയാണ് കേട്ടോ. G4 തന്നെയല്ലേ? G4 ഓട്ടോമാറ്റിക് അല്ലല്ലോ? അല്ലല്ല, മാനുവൽ G4. നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരും. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി. ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഒരു 80% കൂടി. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു ഫിക്സഡ് പ്രൈസ് എന്നുള്ള 15,50,000 രൂപ. 15,50,000. മോഡൽ ഏതായിരുന്നു? 2017 മോഡൽ 18 രജിസ്ട്രേഷൻ. മൂന്നാമത്തെ 17 മോഡലാണ്. പക്ഷേ ഇത് റീ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം 2 ലക്ഷം രൂപന്റെ വ്യത്യാസം ഉണ്ട്. 15,50,000 ലോൺ എന്തായാലും നമുക്കൊരു 14 ഒക്കെ കയറില്ലേ? 13-14 സുഖമായിട്ട് പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്ത് ഏകദേശം ഒരു 1.5-2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ശരാശരി നല്ല പ്രൊഫൈൽ ഉള്ളാക്കി വണ്ടി നമുക്ക് കൊടുക്കാം. ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ഒരു ഫോർച്യൂണർ ഉണ്ടല്ലോ ഇവിടെ. ഫോർച്യൂണർ KL12 നിങ്ങളെ നാട്ടുകാരൻ തന്നെയാണ്. വയനാട്ടുകാരനാണല്ലോ. ഇത് ഒറിജിനൽ കേരളയാണ്? അല്ല, രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഓൾറെഡി വയനാട്ടിലോട്ട് ആയ വണ്ടിയാണ്. 12 മോഡൽ. 2012 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. വേറൊരു കാര്യമുണ്ട്, പിന്നെ ഇതിന്റെ അകത്ത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലിയാണ് വരിക. അതുപോലെ തന്നെ അലോയ് വീൽസും കാര്യങ്ങളുണ്ട്. ടയറും ഏകദേശം ഒരു 80%. ടയർ ഭാഗം 80% ടയർ തന്നെ പറയാം. ഇത് ഓട്ടോക്ക് എത്രയാ? ഓട്ടം പ്രോപ്പർ കിലോമീറ്റർ ആണ് 1,60,000 കിലോമീറ്റർ. 12 160 ഒക്കെ വളരെ ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ സർവീസും ഉണ്ട് കേട്ടോ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇൻഷുറൻസ് തേർഡ് പാർട്ടി ആണ്. ഒന്നും മാറിയില്ലല്ലോ. റീപ്ലേസ് മേജർ കേസ് ഒന്നുമില്ല. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു ഫിക്സഡ് പ്രൈസ് എന്നുള്ളതിലേക്ക് 12,40,000 രൂപ. 12,40,000 ഇല്ല, ഇനിയിപ്പോ വരുന്ന ആളുകൾക്ക് നമ്മൾ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ലോണിന്റെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ എടുത്തു ലോൺ കയറുമോ? നല്ല സുഖമായിട്ട് കയറും. 10 ലക്ഷം സുഖമായിട്ട് കയറും. എങ്ങനെയാ? 2.40 നിങ്ങൾ കൈ കാണണം. പിന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര കിട്ടും അത്ര നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഫോർച്യൂണർ, അതും ഫുൾ ഓപ്ഷൻ വണ്ടി നോക്കുന്നവർ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഒരു സിൽക്കി ഗോൾഡ് ഇന്നോവ 71 നിലമ്പൂരുകാരനാണ് ഈ വണ്ടി. 2012 വി ആണ്. സിൽക്കി ഗോൾഡ് കളറാണ്. ഇതിന്റെ മെയിൻ കാര്യം ഫ്രണ്ട് 2 പുത്തൻ ടയർ കിടക്കുന്നുണ്ട്. ഫ്രണ്ട് നല്ല ബാക്കും 4 ടയർ പുതിയ ടയർ, പുത്തൻ ടയർ എന്ന് തന്നെ പറയാം. ഇത് എത്ര ഓട്ടോ എത്രയാ? ഓട്ടം 1 ലക്ഷം. ഇത് ഓട്ടം കിലോമീറ്റർ പ്രോപ്പർ അല്ല. ഇതിനകത്തുള്ളത് 1.40 1.30 കിലോമീറ്റർ ജെന്യൂൻ അല്ല. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് മേജർ കേസ് ഒന്നുമില്ല. ചെറിയ ഞാനിപ്പോ ഈ പറഞ്ഞ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന മാതിരി വീണ്ടും നമ്മളത് പറയണം. വരുന്ന ആളുകൾ എന്ത് ചെയ്യാ, ഞമ്മക്ക് അറിയുന്ന സംഗതി നമ്മൾ പറഞ്ഞു കൊടുക്കും. വരുന്ന ഒരു കസ്റ്റമർക്ക് ചിലപ്പോൾ പറഞ്ഞോളണമെന്നില്ല. ഇതിപ്പോ ബോണറ്റ് ആട്ടെ, ഡിക്കാട്ടെ, ഡോറാട്ടെ, ബോഡി പാർട്സ് എന്ത് മാറിയാലും ഇതും അറിയാൻ കഴിയും. ആ സംഗതികൾ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. 12 വി വണ്ടി. 12 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് ഓഫർ പ്രൈസ് എന്നുള്ള ഫിക്സഡ് പ്രൈസ് കിട്ടും. 7,25,000 രൂപ. 2012 G4 കൊടുക്കുന്ന വിലക്കാണ് എന്ത് ചെയ്യുന്നത് വി വണ്ടി. 2012 G4 വണ്ടിക്ക് കൊടുക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 7 ലക്ഷം റുപ്യ. 7.25 ലക്ഷം റുപ്യ നമുക്ക് ഒരു 12 വി കൊടുക്കാം. നെഗോഷ്യബിൾ ആവുമോ? അല്ല, ഇനിയിപ്പോ അതില് ഇതൊക്കെ എന്താ പറയാ, നമ്മൾ മാക്സിമം പറഞ്ഞതാണ്. ഇനി എന്തെങ്കിലും എന്താ പറയാ, നമ്മൾ മനുഷ്യന്മാരാകുമ്പോൾ മുന്നിൽ പറഞ്ഞ് കണ്ട് സംസാരിക്കുമ്പോൾ കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ചെയ്തു കൊടുക്കും. ലോണും കയറും. ഒരു 6 റുപ്യ വരെ ലോണും കയറും. ഒരു 1.5 ലക്ഷം രൂപ കൊണ്ട് 2012 വി കൊടുക്കാം അല്ലേ? ഈ വെള്ള വണ്ടിയാണെങ്കിലോ? വെള്ള വണ്ടി 2014 ഇന്നോവ.
14 ഇന്നോവ G4 ആണ്. രജിസ്ട്രേഷൻ KL84 കുണ്ടോട്ടി നമ്പർ ആയ വണ്ടിയാണ്. ഓട്ടം എത്രയാ? ഓട്ടം കറക്റ്റ് ആണ് എന്നാണ് നമ്മളോട് അവകാശപ്പെട്ടത്. 1,80,000 കിലോമീറ്റർ. ഇത് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാം. നല്ല പ്രൊഫൈലുള്ള ആളാണെങ്കിൽ 7,50,000 രൂപ ഫിക്സ്ഡ് പ്രൈസ് ആയിട്ട്. 14 വണ്ടി 7,50,000 രൂപയ്ക്ക് കൊടുക്കാം. അത് ഏകദേശം നല്ലൊരു പ്രൊഫൈലുള്ള ആൾക്ക് ഫുൾ ലോണും കിട്ടും. 7,000 ലോൺ കിട്ടിയ ചരിത്രം നമുക്കുണ്ട് ഓരോ ആളുകൾക്ക്. പ്രൊഫൈലാണ് മെയിൻ. നമ്മളിപ്പോ എല്ലാ സംഗതിയിലും പറയുന്നത് പോലെ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, കരടച്ച റെസീറ്റ്, ഇതൊക്കെ ഒന്ന് കൂട്ടി കുഴക്കും, സാമ്പാർ വെക്കും ഫിനാൻസുകാർ. അപ്പൊ ഏകദേശം 90% പ്രൊഫൈൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 7,00,000 രൂപ ഫുൾ ലോൺ കിട്ടും അല്ലേ? ഓക്കെ, എന്തായാലും 14 മോഡൽ വണ്ടി 7,50,000 രൂപയ്ക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ G4 വണ്ടിയാണ്, കോൺടാക്ട് ചെയ്തോളൂ. ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഇനി മെയിൻ സാധനം ഈ കളറാണല്ലേ ഇന്നോവയുടെ ഏറ്റവും ഗോൾഡ് ഗ്രേ കളർ. ഇതാണ് ഇന്നോവയിലുള്ള ഹൈലൈറ്റ് കളർ. അതെ, എനിക്ക് കൂടുതൽ താല്പര്യം ഈ ഒരു കളറാണ്. സ്റ്റാൻഡേർഡ് ആണ് ഇപ്പോഴും. ഇത് ഏതാ മോഡലൊക്കെ? ഇതും 2014 മോഡൽ ഡൽഹിക്കാരനാണ് വണ്ടി. മാറിയിട്ടില്ല അല്ലെ? മാറിയിട്ടില്ല. 15 ദിവസം കൊണ്ട് ഇത് എവിടേക്കാണ് NOC, കേരളത്തിൽ എവിടേക്കും ഞാൻ വേണമെങ്കിൽ NOC എടുത്തു കൊടുക്കും. 14 എത്ര ഓടിയുണ്ട്? 14 ഈ വണ്ടി കിലോമീറ്റർ പ്രോപ്പർ ആ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കണ്ടി നിങ്ങൾ വന്ന G4ന്റെ ഒറിജിനൽ സീറ്റ് കവറാണ്. സീറ്റ് കവറോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നല്ല അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോയ്സ്, ബാക്ക് സ്കേറ്റിംഗ്, ബോഡി സ്റ്റിക്കർ, ഇതൊക്കെ അഡീഷണൽ പറയാനുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ അലോയിലും 4 ടയറും പുത്തൻ ടയറാണ്. 95% ടയർ ഉണ്ട് കേട്ടോ. പിന്നെ വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മേജറും മൈനറും ആയിട്ട് ഒന്നുമില്ല ഇതിനകത്ത്. കിലോമീറ്റർ ഇത് വളരെ കുറവാണ്. കാരണം ഈ വണ്ടി 65,000 കിലോമീറ്ററിലെ കമ്പനി കയറിയിട്ടുള്ളൂ. ഇപ്പൊ ഇതിനകത്തുള്ളത് 90,000 കിലോമീറ്റർ ആണ്. ജെനുവിനാണ് നമുക്ക് പറയും ചെയ്യാം. കാരണം 65,000 ശേഷം കമ്പനിയിൽ ഷോറൂമിൽ ഇത് കയറിയിട്ടില്ല. അതുവരെ 2021 65,000 കിലോമീറ്റർ. ഇപ്പൊ 24 3 കൊല്ലം കൊണ്ട് ഒരു 25,000 കിലോമീറ്റർ പ്രോപ്പർ ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി വരുന്ന ആളുകൾ എന്താ ചെയ്യാ, വരിക, ചെക്ക് ചെയ്യുക, ഉറപ്പ് വരുത്തുക. കിലോമീറ്റർ ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടികൾ എങ്ങനെ ജെനുവിനാന്ന് പറഞ്ഞാലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അത് ഞാൻ പറയും. ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഇത് നമ്മൾ ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ള 8,00,000 രൂപയ്ക്ക് നമുക്ക് KL ആക്കി കൊടുക്കാം. അല്ല ഇനിയിപ്പോ NOC നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 7,15,000 രൂപയ്ക്ക് കൊടുക്കാം. 75 രൂപയ്ക്ക് നമുക്ക് എന്താ ചെയ്യാം, കേരളത്തിൽ എവിടേക്കും NOC 10 ദിവസം. പിന്നെ ഡൽഹി പ്രൈവറ്റ് വണ്ടി എവിടെയും കൊണ്ടെടുക്കാം. ഇൻഷൂർ, ടാക്സ്, പൊല്യൂഷൻ ഉണ്ടായത് ഇപ്പൊ എവിടെയും കൊണ്ടെടുക്കാം. ആരും കയ്യാട്ടി പിടിക്കുന്ന സംഭവം കേസില്ല. ഓക്കെ, എന്തായാലും 8,00,000 രൂപയ്ക്ക് ഫുൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോ അങ്ങനത്തെ ആളുകൾക്കാണെങ്കിൽ പ്രൊഫൈലുള്ള ആൾക്ക് 7,000 രൂപ ലോണും കൊടുക്കും. 50,000 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാലോ. 2014 ഇന്നോവ അല്ലേ, 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി സെയിം സാധനം ഒന്നുകൂടി ഉണ്ടല്ലോ. ഇത് 2015 തന്നെ. 2015 ഗ്രേ കളർ വണ്ടിയാണ്. ടൈപ്പ് 4. പിന്നെ അഡീഷണൽ നമ്മൾ പറയുമ്പോൾ ബാക്ക് സ്കേറ്റിംഗ്, ബോഡി സ്റ്റിക്കർ, പിന്നെ ആൻഡ്രോയിഡ്, സീറ്റ് സെറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. മേജറും മൈനറും ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നല്ല സീറ്റ് കാര്യങ്ങളുണ്ട്. ക്വാളിറ്റി, നീറ്റ് ആൻഡ് ക്ലീൻ. കൂളിംഗ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. വേണേ പറിച്ചു കളഞ്ഞാൽ പോലീസ് അല്ല, ഇത് അലൗഡ് ഉള്ള കൂളിംഗ് ആണ്. കൂളിംഗിലും അലൗഡ് ഉണ്ട്. ഇല്ല, കൂളിംഗ് ഇപ്പൊ ഒന്നും ഒട്ടിക്കാൻ പാടില്ല എന്നല്ലേ നിയമം? അങ്ങനെ ഉണ്ടോ? അങ്ങനെയുണ്ട്. ലൈറ്റ് ആയിട്ട് ഒട്ടിക്കാന്നുള്ള ഞാൻ പഠിച്ചത്. എന്റെ പഠനം കാരണം സേഫ്റ്റിന്റെ ഒക്കെ ഭാഗമായിട്ട്. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ 15 ഓട്ടം എത്ര പറഞ്ഞത്? ഓട്ടം 1,90,000 കിലോമീറ്റർ ആണ് ഇതിനകത്ത് ഉള്ളത്. ജെനുവിൻ ആണോ അല്ലേ എന്നൊന്നും നമുക്ക് അറിയില്ല. ചെക്ക് ചെയ്തോളൂ. കിലോമീറ്റർ നിങ്ങൾ ഉറപ്പ് വരുത്തുക, ക്ലിയർ ചെയ്യുക. ഹിസ്റ്ററി ഇല്ലാത്തതുകൊണ്ട് മാക്സിമം ചെക്ക് ചെയ്തെടുത്തായിരുന്നു. പക്ഷേ ടയർ വാങ്ങലൊക്കെ ഏകദേശം ഒരു 80% ഉണ്ട്. എന്താ പ്രൈസ് വരുന്നത്? ഇതൊക്കെ വർക്കിംഗ് നമുക്ക് അറിയാം. നമ്മളിപ്പോ ഒരു വണ്ടി സ്റ്റാർട്ട് ആക്കിയാൽ തന്നെ നമ്മളിപ്പോ ഇതിന്റെ പുക്കൾ കണ്ട മനുഷ്യനാണല്ലോ. ഇന്റർകൂളർ തന്നെയല്ലേ? അതർ സ്റ്റേറ്റിൽ 90% ഇന്റർകൂളർ. പിന്നെ ചില ആളുകൾക്ക് ഇന്റർകൂളർ അല്ലാത്ത വരുന്ന വണ്ടിയുണ്ട്. കേരളത്തിലും ഇന്റർകൂളർ ഉണ്ട്. നമ്മള് 2013 ഇന്നോവ എടുത്തപ്പോ ഇന്റർകൂളർ വരൂല എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് ടയോട്ടന്റെ ഷോറൂമിൽ പോയി. കേരളത്തിലും റയർ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ സംശയം നമ്മൾ തീർക്കണല്ലോ. അപ്പൊ ഇതൊക്കെ ഇന്റർകൂളർ വണ്ടിയാണ്. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 9,50,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2015 അല്ല, ഇത് ഓൾറെഡി കേൾപ്പത്താണല്ലോ. ഇത് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. 9,50,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 8,00,000 രൂപ കൺഫേം ലോണും കയറില്ല. കൺഫേം കിട്ടും. അപ്പൊ എന്തായാലും ഏകദേശം 1,00,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, 2015 ഇന്നോവ കൊടുക്കാം. നല്ല വെള്ള കളറിലുള്ള ഒരു ക്രിസ്റ്റ, അതും ന്യൂ ഷേപ്പ് ആക്കിയ ഒരു വണ്ടി. വെള്ളയാക്കല്ല, ഇത് പേൾ വൈറ്റ് എന്ന് പറയുന്ന സാധനം. വെള്ളയും പേൾ വൈറ്റും മാറ്റുണ്ട്. പേൾ എന്ന് പറയുന്ന സാധനം ഒരു ലിമിറ്റഡ് ആയിട്ട് വരുന്ന കളറാണ്. ഇത് പേൾ വൈറ്റ് ആണ്. ന്യൂ ഷേപ്പ് ആക്കിയതാണ്. 21 കൺവെർട്ട് ചെയ്ത വണ്ടിയാണ്. മോഡൽ 2016 V ഓപ്ഷൻ ആണ്. 16 V ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്. അതായത് വീലുകൾ വരുന്ന എല്ലാ ഫീച്ചേഴ്സും എല്ലാം ഉണ്ടാവും അല്ലേ? വീല് വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഇപ്പൊ അഡീഷണൽ ആയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സീറ്റ് കവർ കമ്പനി സീറ്റ് വന്ന അതേ കമ്പനി സീറ്റ്. ഇത് 16 മോഡലാന്ന് പറഞ്ഞു. ഓട്ടം എത്രയാണ്? 16 മോഡൽ 1,60,000 കിലോമീറ്റർ പ്രോപ്പർ കിലോമീറ്റർ. കറക്റ്റ് ഹിസ്റ്ററി വരുന്ന ആളുകൾ ചെക്ക് ചെയ്യാം. റീ ആണ്, എന്നാലും ഉണ്ടാവുമല്ലോ. റീ വണ്ടിക്ക് ആയാലും ഉണ്ടാവുമല്ലോ അതിനൊരു സർവീസ്. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഒരു റീപ്ലേസും ഇല്ല, ഒന്നുമില്ല, ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. വേറെ എന്തെങ്കിലും അപാകത പറയാനുണ്ടോ?
അപാകത എന്ന് പറയാൻ ഇതിനകത്തൊന്നുമില്ല. അപാകതകൾ എന്ന് പറയാൻ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആക്സിഡന്റ് കാര്യങ്ങളില്ല, കിലോമീറ്റർ കറക്റ്റ് ആണ്, സർവീസ് കറക്റ്റ് ആണ്. അല്ലല്ല, ഇത് ഇനിയിപ്പോ വരുന്ന ആളുകൾക്ക് നമ്മളെടുത്ത് ഈ ഓൾഡ് ഷേപ്പ് ഉള്ള വണ്ടി നമ്മൾ ഈ ഇതിലേക്ക് മാറ്റി കൊടുക്കുക, വെറും 20,000 റുപ്യ തന്നാൽ മതി. 2016 വണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിലിട്ട് മുക്കിയിട്ട് 21 ആക്കി കൊടുക്കും. അപ്പൊ അതിനെന്ത് ചെയ്യും, 20,000 റുപ്യ അഡീഷണൽ വരും. അത്രേ ഉള്ളൂ. ആളുകളെ കാഴ്ചപ്പാട് ആക്സിഡന്റ് ആയിട്ട് മാറിയതാണെന്നല്ല, 20,000 റുപ്യ ആര് തരുന്നവർക്കൊക്കെ നമുക്ക് ഈ മോഡലാക്കി കൊടുക്കാം. 16 വണ്ടി എന്താ 16 വി വണ്ടിയാണ്. ഇതൊരു ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ളവർക്ക് 16 വി വണ്ടി, സെക്കൻഡ് ഓണർ, 1,60,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി 15,50,000 ഉറുപ്യ. 15.5 ലക്ഷം. 15.5 ലക്ഷം റുപ്യക്ക് 2016 വി ക്രിസ്റ്റയാണ് കൊടുക്കുന്നത്. നെഗോഷ്യബിൾ ആവുമോ? ഇനിയിപ്പോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. വിട്ടുവീഴ്ച മനോഭാവം നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കും. നമുക്ക് എത്ര ലോൺ കയറും? ഇത് ഏകദേശം പ്രൊഫൈലുള്ള 12-13 റുപ്യ കൂട്ടിയാൽ അത്രേ കയറുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തു. ഏകദേശം 12-13 റേഞ്ചിൽ നിങ്ങൾക്ക് ലോണും കിട്ടും കേട്ടോ. ഇനി ഇവിടെ ഒരു ഫോർച്യൂണർ ഉണ്ട്, സിൽവർ കളർ, നല്ല നീറ്റ് വണ്ടി അല്ലേ. 2013 മോഡൽ 5 സ്പീഡ് ആണ് ഈ വണ്ടി. 13 മോഡൽ 5 സ്പീഡ്. ഈ 5 സ്പീഡ് എന്ന് പ്രത്യേകം പറയേണ്ട ഒരു കാരണം അല്ല, 2012 വരെ 4 സ്പീഡ് ഇനോവ ഫോർച്യൂണർ ഇറങ്ങിയിട്ടുള്ളൂ. 13-ലാണ് ഇത് 5 ഗിയർ വന്നത്. ഓട്ടോമാറ്റിക്കൽ ഉണ്ടല്ലോ ഒരു ഗിയർ മാറ്റം. ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ്, 5 സ്പീഡ് ആണ് വരിക. 2012 എന്താ ചെയ്യുന്നത് വെച്ചാൽ 4 സ്പീഡേ ഉള്ളൂ. 13 തൊട്ടാണ് 5 സ്പീഡ് വന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇത് 4 വീലോ 2 വീലോ? 2 വീൽ ഓട്ടോമാറ്റിക്. അലോ വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ്. 13 മോഡലാണെന്ന് പറഞ്ഞാൽ തന്നെ, പക്ഷെ വണ്ടി നല്ല വൃത്തിയുണ്ട്. ഇതിന്റെയും സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലി തന്നെ വരും. ഓട്ടോ എത്രയാ? ഇത് പ്രോപ്പർ കിലോമീറ്റർ 2,40,000 കിലോമീറ്റർ. 240 സർവീസ്. ഇത് കേരള വണ്ടിയല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 79-97 തിരിച്ചും മറിച്ചും വായിച്ചാൽ ഒലക്കൊക്കെ ചിറ്റിട്ട മാതിരിയാ. 79-97 79-97 അങ്ങനെ ഉണ്ടല്ലോ. തിരിച്ചും മറിച്ചൊക്കെ വായിച്ചാലും ഇത് നമുക്കൊരു ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ളത് 14,25,000 റുപ്യ. 2013 കേരള വണ്ടിയാണ് കൊടുക്കുന്നത്. റീവണ്ടിക്ക് കൊടുക്കണം ഏകദേശം 14 റുപ്യ. 13 റീവണ്ടിക്ക് കൊടുക്കണം 14 റുപ്യ. ഒരു 13 ലോൺ കിട്ടുമോ? 12-13 രൂപ വരെ കിട്ടും. 12 റുപ്യ എന്തായാലും എഗ്രിയാണ്, കേരള വണ്ടിയല്ലേ. 12 രൂപ എന്തായാലും എഗ്രിയാണ്. ബാക്കി നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം തരും. ഏകദേശം 1.5-2 ലക്ഷം രൂപ കയ്യിൽ വെച്ചിട്ട് കൊടുക്കാം. 13 മോഡൽ ഫോർച്യൂണർ കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി കണ്ടോ? അവസാനത്തെ 2 വണ്ടിയും കൂടി നമ്മൾ കാണിച്ചാൽ നമ്മൾ ആകാശത്തേക്ക് വെടി വെക്കും. അതെ, പരിപാടി പിരിച്ചുവിടും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് വണ്ടികൾ കാണിച്ചു. അല്ല, ഇനിയിപ്പോ നിങ്ങൾ ഡിസ്പ്ലേയിൽ ഒന്ന് കാണിച്ചാൽ വണ്ടികൾ നമ്മളെടുത്തത് ടയോട്ടയുടെ വണ്ടികൾ ഇഷ്ടംപോലെ പറയുന്ന മാതിരി തന്നെ ആവശ്യക്കാർ വിളിക്കുക. ഇനോവ ക്രിസ്റ്റ ഫോർച്യൂണർ. ഇതിന് നമ്മൾ മടിക്കണ്ടെങ്കിൽ ഏത് സമയത്തും നട്ടപ്പാതിരിക്കും വിളിക്കും. അതായത് ഇവരുടെ ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനി സീരിയൽ പോലെ ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ പുറത്തും ഇഷ്ടംപോലെ വണ്ടി ഗ്രൗണ്ടിൽ കിടപ്പുണ്ട്. അപ്പൊ എന്തായാലും ഇതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബാക്കിയുള്ളത് നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ വീഡിയോയുടെ മേലഭാഗത്തുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അപ്പൊ എന്തായാലും ഈ വണ്ടി ഏതാ മോഡൽ? ഇത് 2013 മോഡൽ സെഡ് ഓപ്ഷൻ ആണ്. 13 മോഡൽ സെഡ് ആണ്. അതായത് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. സെഡിന്റെ മേലെ ഒരു ഓപ്ഷൻ ഇനോവയിൽ ഇറങ്ങിയിട്ടില്ല. ശരിക്കും സെഡ് എന്നുള്ള വേരിയന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും 13 മോഡൽ സെഡ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അലോയ് വീലും എല്ലാ ഫീച്ചേഴ്സും വരും. എത്ര ഓട്ടം? പ്രോപ്പർ കിലോമീറ്റർ 1,70,000 കിലോമീറ്റർ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. വരുന്ന ആളുകൾ വരിക, ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. കിലോമീറ്റർ നല്ല നീറ്റ് ആണ് കേട്ടോ വണ്ടി. ഒരു കുഴപ്പമില്ല, ഒരു കുറ്റവും പറയാനുമില്ല. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ വണ്ടി അല്ലേ? ഇന്റീരിയർ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. 2013 സെഡിനെ അപേക്ഷിച്ച് നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി, ഗോൾഡ് കളർ. അതെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഓൾറെഡി ഈ വണ്ടി പഞ്ചാബുകാരനാണ്. 84 മലപ്പുറം കൊണ്ടോട്ടിയിലേക്ക് NOC വന്നിട്ടുണ്ട്. 84 നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. എന്താ പ്രൈസ്? ഇത് നമ്മൾ ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ള 8,75,000 റുപ്യക്ക് കൊടുക്കാം. 8,75,000 എന്തെങ്കിലും ചെറിയ ഒരു പൊടിക്കായി ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നമ്മളെന്താ പറയുക, കുറച്ച് കൊടുക്കാൻ കഴിയുമോ? ആളുകൾ ലക്ഷം, നമ്മളിപ്പോ വീഡിയോ ഒക്കെ അറിയാലോ, 12-20 ലക്ഷം ആളുകൾ കാണുന്ന വീഡിയോ. അപ്പൊ നമ്മളെന്താ ചെയ്യുക, ഒരുപാട് കയറ്റി പറഞ്ഞ ഓലെടുത്ത് വില കൂടുതലാണ് പോകണ്ടെന്ന് പറയും. നമ്മൾ ഇതുവരെ ചെയ്തൊരു പാരമ്പര്യം ഉണ്ട് നമുക്ക്. ഇത് നല്ല ക്വാളിറ്റി വണ്ടി, മാക്സിമം വില കുറച്ച്. 13 മോഡല് 8,75,000 രൂപ. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആക്കി തരും. എന്തായാലും ഒരു 7.5 ലോണും കയറും അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ ഈ കാണിച്ചതിന്റെ പുറമെ വേറെയും ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ എല്ലാം ഞാൻ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നൂർദീൻഖാനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടീന്റെയും ഫോട്ടോസ് ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് കാറ്റലോഗ് ഉണ്ട്. നമ്മൾ 3 നമ്പർ കൊടുക്കുന്നുണ്ട്. ഒന്നിൽ വിളിച്ച തിരക്കാവുമ്പോൾ സ്വാഭാവികമാണ് ഞാൻ പറയും, ചിലപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ 2ാമത്തെ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സ്ആപ്പിൽ ഒരു വോയിസ് വിടാം. അതിന് കറക്റ്റ് മറുപടി നിങ്ങൾക്ക് കിട്ടും. അടിപൊളി. പിന്നെ പരമാവധി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് കാണാൻ ശ്രമിക്കുക. അല്ല, അതിപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് വന്ന് നമ്മൾ ഒരു പരിചയപ്പെടലാണല്ലോ ആദ്യം. നമ്മളായിട്ടൊന്ന് ഡീലാക്കുക, നമ്മളെ വണ്ടികൾ നോക്കുക, നമ്മളെ വില ഒന്ന് കമ്പയർ ചെയ്യുക. എന്നിട്ട് അപ്പുറത്തോ ആളുകൾക്ക് എവിടെ ഇഷ്ടം അവിടെ പോയി പോലെ എടുക്കണം. അതിലങ്ങനെ ഉണ്ടല്ലോ. എന്തായാലും ഒന്ന് വന്നൊരു കണ്ട് പരിചയം
പരിചയപ്പെടുന്നത് നല്ലതാണല്ലോ മനുഷ്യന്മാരാകുമ്പോൾ. അതെ അതെ അതെ, ഇപ്പൊ വലിയ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് അതെ, കണ്ടിട്ട് എന്താ ചെയ്യാം, മാക്സിമം നമ്മളെ വില നമ്മൾ മാക്സിമം കുറച്ച്. ഇപ്പൊ നമുക്ക് ഒരുപാട് അനുഭവം ഉണ്ട്, ഇവിടെ വരുന്ന ആളുകൾ പിന്നെയും ഇവിടെ തന്നെ ഒന്ന് കൊണ്ടുപോകുള്ളൂ. കാരണം നമ്മളെ ഡീലിങ്ങും നമ്മളെ വിലക്കുറവും അങ്ങനെ ഉണ്ടല്ലോ, അത് വലിയൊരു ഘടകമാണ്. നമുക്കിപ്പോ അറിയാം, നമ്മളെ മഹിമ നമ്മളെ സ്വന്തം സർട്ടിഫിക്കറ്റ് ഞാൻ തരികയല്ല, എന്നാലും നമുക്ക് ഒരു അനുഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പറയുന്നത് മെയിൻ ആയിട്ട് പറയുന്നത് ഇവിടുന്ന് വണ്ടി വാങ്ങണം ഞാൻ ആരോടും പറയില്ല, എല്ലായിടത്തും നോക്കുന്ന ആരോടും പറയില്ല എന്ന് പറയുന്നത്. എല്ലാവരും വാങ്ങണം എന്ന് പറയണം, ആദ്യം ഇവിടെ വന്ന് നോക്കണം, എന്നിട്ട് വേറെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരണം, അങ്ങനെ പറയണ്ട. ആരോടും വാങ്ങണം എന്ന് പറയില്ല എന്ന് പറയരുത്. അല്ല, ഞാൻ പറയാം, അത് ഓരോരുത്തരും ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലായിടത്തും നോക്കുന്ന കൂടെ ഇവിടെയും കൂടി കയറി നോക്കും. കറക്റ്റ് നിങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടേ പോകുള്ളൂ, എനിക്കറിയാം എന്തായാലും. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്തൊരു കിഡിലിന് എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.